Hi dear students, ഹെൽത്ത് ഓപ്പറേഷൻസിൻ്റെ ലെക്ചർ സീരീസുകൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസുകളാണ്. ഒരു ഹോസ്പിറ്റൽ സർവീസ് സിനാരിയോസിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ വഹിക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പേഷ്യൻറ്റിൻ്റെ രോഗനിർണയം മുതൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സുകൾ വരെ നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷണൽ ഏരിയാസിന് പുറമെ മാനേജറിൽ കൂടി ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സസിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഔട്ട്ലൈൻ സ്ട്രക്ചറുകളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷണൽ ഏരിയാസുകളും അതിൻ്റെ ഫങ്ഷനിങ്സുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പം വരും ഏരിയാസുകളിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്ലി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഇമേജിംഗ് ആൻഡ് റേഡിയോളജി സർവീസസുകളെ കുറിച്ച് തരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഹോസ്പിറ്റൽ റേഡിയോളജി ഇമേജിംഗ് സർവീസസുകൾ. ഒരു ചികിത്സിക്കാൻ വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻ്റ് അവരുടെ രോഗനിർണയം മുതൽ അവരുടെ ചികിത്സക്ക് വരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ വാല്യുവേഷൻസുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻ്റർവെൻഷൻസുകളും അതേപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകളും മെഡിക്കേഷൻസുകളും നമ്മുടെ ഡോക്ടേഴ്സുകൾ പൊതുവെ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ സർവീസസുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് വളരെ കോഷ്യസും മാനേജ്മെൻറ്റ് ഏരിയാസിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കവറപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു. പ്രോപ്പറായിട്ടുള്ള മാനേജറിയൽ കൺസിഡറേഷൻസുകളോട് കൂടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ സർവീസസുകൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഔട്ട് പേഷ്യൻസുകളുണ്ട്, അതേപോലെ ഇൻ പേഷ്യൻസുകളും ഔട്ട്സോഴ്സിൽ നിന്നോ ഇല്ലെങ്കിൽ റെഫറലായിട്ട് വരുന്ന പേഷ്യൻസുകളും ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന വർക്ക് ലോഡ്സുകൾ വളരെയധികമാണ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന സ്റ്റാഫുകളും അതിൻ്റെ എക്യുപ്മെൻറ്റ്സുകളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രോപ്പർ ഓപ്പറേഷണൽ അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇമേജിങ്ങും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡെഫിനേഷൻസുകളിലോട്ട് പോകാം. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസുകൾ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേഡിയേഷൻ ടെക്നിക്കുകളും അതേപോലെ റേസുകളും യൂസ് ചെയ്തിട്ട് ഹ്യൂമൻ ബോഡിയും സ്ട്രക്ചേഴ്സിൻ്റെയും ഇമേജസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടെക്നിക്കുകളും ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും അതിലെ എക്സ്പേർട്ടൈസുകളുമാണ് നമ്മുടെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസുകളിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഇമേജിംഗ് സർവീസസുകൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പൊതുവെ രണ്ട് ടൈപ്പ് ഓഫ് ടെക്നിക്കുകളാണ്. അതിൽ ട്രാൻസ്മിഷൻ ടെക്നിക്കുകളും എമിഷൻ ടെക്നിക്കുകളുമാണ് പൊതുവെ യൂസ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ പുതിയ ന്യൂവർ ഡെവലപ്മെൻറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാലും കൺവെൻഷനൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക രണ്ട് രീതിയിലുള്ള ടെക്നിക്സുകളാണ്. ഇത് ട്രാൻസ്മിഷനും എമിഷൻസുകളാണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസുകൾ ഹ്യൂമൻ ബോഡിയിലൂടെ കടത്തി വിടുകയാണ്. ഇത് കടന്നു പോകുന്ന ചില സ്ട്രക്ചേഴ്സുകൾ ഉണ്ടാകും, ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ചില സ്ട്രക്ചേഴ്സുകൾ ഉണ്ടാകും. അപ്പം കടന്നു പോകുന്ന സ്ട്രക്ചേഴ്സുകളും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സ്ട്രക്ചേഴ്സുകളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനെ ഒരു ഫിലിമിലോട്ട് കെമിക്കൽ റിയാക്ഷൻസുകൾ വഴി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇമേജസുകളാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മൊഡാലിറ്റീസുകളാണ് എക്സ്റേസുകളും CT സ്കാൻസുകൾ, അൾട്രാസൗണ്ട് ടെക്നിക്കുകൾ. ഇനി എമിഷൻ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പേഷ്യൻ്റ് ഒരു ഡോസ് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റിസീവ് ചെയ്ത ഡോസസിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേസുകൾ എമിറ്റ് ചെയ്യപ്പെടുന്നു. ഈ എമിറ്റ് ചെയ്ത റേസുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എമിഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡെഫിനിഷൻസിലോട്ട് പോകുമ്പോൾ ട്രാൻസ്മിഷൻ യൂസിങ് എ സോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് റേസ് transmitted through a patient body part, creating an image recorded on a digital or a film medium.
The modalities under this category includes X-rays, CT scans and ultrasound scanning. അപ്പം എക്സ്റേസും സി ടി സ്കാൻസും അൾട്രാസൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ പ്രിൻസിപ്പിൾസുകൾ തന്നെയാണ്. പക്ഷെ ഇതിലുള്ള ഡിഫറൻസുകൾ, എക്സ്റേസ് ഒരു 2D സ്ട്രക്ചറാണ്, സി ടി വരുമ്പോൾ അതൊരു 3D ആണ്, അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻസുകൾ ചെയ്യുന്നതാണ്. ഈ എമിഷൻ ടെക്നിക്സുകൾ, in this technique a patient receives a dose of radioisotopes and radionuclides and the emitted gamma rays are recorded by a camera. This technique is employed in nuclear medicines. എമിഷൻ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ഏരിയാസുകളിലാണ്. നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് റേഡിയോളജി ആൻഡ് ഇമേജിങ് ടെക്നിക്സുകളും മൊഡാലിറ്റീസുകളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എക്സ്റേസുകൾ, കമ്പ്യൂട്ടർ ടൊമോഗ്രഫികൾ, മാമോഗ്രഫീസ്, ഫ്ലൂറോസ്കോപ്പികൾ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ ടെസ്റ്റുകൾ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, ന്യൂക്ലിയർ ഇമേജിങ്, എമിഷൻ ടോമോഗ്രഫികൾ, ന്യൂവർ ഡെവലപ്മെൻറ്റ്സുകൾ, അതിൻ്റെ പുതിയ അഡ്വാൻസ്മെൻറ്റ്സുകളും ഇനി ഫ്യൂച്ചറിലോട്ട് വരാൻ പോകുന്ന കുറച്ച് ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്റേസുകളെ കുറിച്ച് പറയുമ്പോൾ, എക്സ്റേസുകൾ യൂസ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുകൾ, ഇത് വെച്ചിട്ട് നമ്മളൊരു ഫിലിംസിലോട്ട് ഈ ഒരു കടന്നു പോകപ്പെട്ട എക്സ്റേസിനെയും നമ്മളെ ബോഡി ബ്ലോക്ക് ചെയ്ത എക്സ്റേസിനെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് ഇതൊരു കെമിക്കൽ റിയാക്ഷൻസുകളോ ഇല്ലെങ്കിൽ ഡിജിറ്റലി ഇതിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നതിനെയാണ് എക്സ്റേ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടൊമോഗ്രഫി യൂസസ് ionizing radiation to produce cross-sectional images of a scanned object. കമ്പ്യൂട്ടർ ടൊമോഗ്രഫിയിൽ അല്ലെങ്കിൽ സി ടി സ്കാനിൽ യൂസ് ചെയ്യപ്പെടുന്നത് അയോണിങ് റേഡിയേഷൻസുകളാണ്. ഈ റേഡിയേഷൻസ് ഒരു ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യപ്പെടുമ്പോൾ ഇതിന് ക്രോസ് സെക്ഷണൽ ഏരിയാസുകളായിട്ട് ഇൻഡിവിജ്വൽ സ്ലൈസസ് ആയിട്ടാണ് ഇമേജസുകൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ ഇമേജസുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഡിഫറെൻറ്റ് 3D സ്ട്രക്ചർ പോലത്തെ ഉള്ളൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടാൻ പോകുന്നത്. മാമോഗ്രഫി യൂസസ് എക്സ്റേസ് ആൻഡ് ഇറ്റ്സ് പ്രൈമർലി യൂസ്ഡ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്. ബേസിക് എക്സ്റേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് പെർട്ടിക്കുലർലി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാമോഗ്രഫികൾ. ഫ്ലൂറോസ്കോപ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളർ വേരിയേഷൻസുകൾ, അത് ഐസോടോപ്സുകളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കെമിക്കൽസുകൾ ഇൻജെക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ കെമിക്കൽസിൻ്റെ ബോഡി വിഷ്വലൈസേഷൻസ് ചെയ്യുന്നതിനെയാണ് ഫ്ലൂറോസ്കോപ്പികൾ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് അൾട്രാസൗണ്ടും കളർ ഡോപ്ലേഴ്സുകളുമാണ്. അൾട്രാസൗണ്ട്സുകൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റിയൽ ടൈം ഇമേജസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് അൾട്രാസൗണ്ട് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. പൊതുവേ നമുക്ക് അബ്ഡമിനൽ സ്കാനിങ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൊക്കെ പൊതുവേ യൂസ് ചെയ്യപ്പെടുന്ന ടെക്നിക്കുകളാണ് അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ ടെക്നിക്സുകൾ. നെക്സ്റ്റ് മൊഡാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതേപോലെ കളർ ഡോപ്ലേഴ്സും. പൊതുവേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസിലൊക്കെ നമ്മൾ ബേബീൻ്റെ മൂവ്മെൻറ്റ്സുകളും അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസുകളും അറിയാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്സുകൾ, അതേപോലെ അബ്ഡമിനൽ ഇഷ്യൂസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് ഇൻസൈഡ് ആയിട്ടുള്ള ഓർഗൻസുകളും സ്ട്രക്ചേഴ്സുകളും വിസിബിളായി കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിസിബിളായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് പാസ് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻസും റിഫ്രാക്ഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിയൽ ടൈം ഇമേജിങ്സ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഡോപ്ലർ ടെക്നിക്സുകൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് മാഗ്നറ്റിക് ഫീൽഡ്സുകളും അതേപോലെ റേഡിയോ ഫ്രീക്വൻസി പൾസസുകളും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇമേജസ്, അതായത് ഒരു 3D ഇമേജസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ അയോണൈസിങ് റേഡിയേഷൻസിൻ്റെ ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ്സുകളോ വരുന്നതില്ല. ന്യൂക്ലിയർ ഇമേജിങ്സുകളാണ്. ന്യൂക്ലിയർ ഇമേജിങ്സുകളിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസുകൾ നമ്മൾ ബോഡീസിലോട്ട് ഇൻജെക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട്
അതിൽ നിന്നും നമ്മൾ എന്താക്കുകയാണ്, കെമിക്കൽ ബയോളജിക്കൽ പ്രോസസ്സുകൾ തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ഇമേജിംഗ് പ്രോസസ്സുകളാണ് ന്യൂക്ലിയർ ഇമേജിങ്സിൽ നടത്തപ്പെടുന്നത്. പിന്നെ എമിഷൻ ടോമോഗ്രഫികളാണ്. എമിഷൻ ടോമോഗ്രഫികളിൽ നമുക്ക് പെറ്റ് സ്കാൻസുകളും അതേപോലെ തന്നെ സ്പെക്ട് സ്കാൻസുകളുമാണ് പൊതുവേ ഉണ്ടാകുന്നത്. പെറ്റ് എന്ന് പറയുന്നത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫികളും സ്പെക്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫികളുമാണ്. ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഇമേജിംഗ് ടെക്നിക്സുകളാണ്. ന്യൂവർ ഡെവലപ്മെൻറ്റ്സുകളാണ്. ന്യൂവർ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സുകളിലോട്ട് നമ്മൾ പുതിയ അഡ്വാൻസ്മെൻറ്റ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിങ്സുകൾ കിട്ടുന്നതാണ് ന്യൂവർ ഡെവലപ്മെൻറ്റ്സുകൾ. ഇനി ഫ്യൂച്ചറിസ്റ്റിക് സിനാരിയോ ഇനി ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉള്ളതാണ് നമ്മുടെ AIസുകളും മെഷീൻ ലേണിങ്സുകളും വെച്ചിട്ട്. ഇപ്പം നമുക്ക് ഏറ്റവും ഫെമിലർ ആയി നിൽക്കുന്ന ഒരു ടൈമാണ് AI മെഷീൻ ലേണിങ്സുകളും. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു ഇമേജിംഗ് ടെക്നിക്സുകളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസസുകൾ വരുന്നു. ഓൾറെഡി ഇതിന്റെ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസുകളെ കുറിച്ചിട്ട് നമ്മൾ റിസർച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ഈ ഒരു ടെക്നിക്കുകളോട് കൂടി നമ്മൾ ഇമേജിംഗ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ചാൻസസുകളുണ്ട്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ കൺസിഡറേഷനും ലൊക്കേഷൻ കൺസിഡറേഷൻസുകളാണ്. അപ്പം നമ്മളുടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻവെസ്റ്റിഗേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പൊസിഷനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസും കാറ്റഗറീസ് ഓഫ് പേഷ്യൻസുകളാണ്. ഇതിൻ്റെ സർവീസസുകൾ എല്ലാവർക്കും അവൈലബിൾ ആയി കിട്ടുകയും അറ്റ് ദ സെയിം ടൈം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഈസിലി ആക്സസബിളും ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസുകളിൽ ഏറ്റവും മിനിമം നമുക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള പൊസിഷൻസിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു ഹെവി ട്രാഫിക് ഉള്ള ഒരു ഏരിയാസിൽ പ്ലേസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഓൾമോസ്റ്റ് കൺജസ്റ്റഡ് ആയി നിൽക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം OPയും ഇതേപോലെ റേഡിയോളജി ലബോറട്ടറി ഇങ്ങനെ ഹൈ ട്രാഫിക് ഏരിയാസുകളിൽ നമ്മളിത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസുകൾ എടുക്കാൻ വന്നവരും അതേപോലെ ഇതിന് പെർട്ടിക്കുലർലി വന്നവരും ഇതിൻ്റെ ലോഡ്സുകൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരാനുള്ള റേഡിയേഷൻ എമിഷൻസുകളും എക്സ്പോഷറുകൾ കുറക്കാനും വേണ്ടിയിട്ടും കൂടി നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലേസസിൽ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻസുകൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഗ്രൗണ്ട് ഫ്ലോറുകളാകാം. അതേപോലെ തന്നെ കാരണം ഇത് മെഷീൻസിൻ്റെ പ്ലേസ്മെൻറ്റ്സുകൾക്ക് കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് വഹിക്കേണ്ടതാണ്. കാരണം ഇത്ര ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകളും മെഷീൻസുകളും നമുക്ക് ഹയർ ഫ്ലോർസിലോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ജനറൽ റേഡിയോളജി സർവീസസുകളാണ്. ഇതിൽ നമ്മുടെ എക്സ്റേ ടെക്നിക്സുകൾ വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈസിലി ആക്സസ് ആയിട്ടുള്ള, കാരണം ഔട്ടർ സർവീസസുകളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഏരിയാസുകളുണ്ട്. ഇനി ലോങ് എക്സാം ടൈമിങ്സുകളൊക്കെ ആവശ്യമുള്ളതിന് നമ്മൾ ഫെർദർ എവേസ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇഷ്യൂസുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ കൺസിഡറേഷൻസിൽ നമ്മൾ പറയപ്പെടുന്നത് ഒന്ന്, ലൊക്കേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്കും ഈസിലി ആക്സസും സെൻട്രലി ആക്സസും ഉള്ള ഏരിയാസുകളിലാക്കുക. ഓക്കെ, ജനറലായിട്ട് യൂസ് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ നമുക്ക് ഔട്ടർ ഏരിയാസുകളിൽ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ട്രാഫിക്കുകൾ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈ ട്രാഫിക് ഏരിയാസുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ റേഡിയേഷൻ എമിഷൻസുകൾ നമുക്ക് എന്താണ് എക്സ്പോഷറുകൾ കുറക്കാൻ വേണ്ടി. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലെ ഏരിയാസുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസുകൾ നിർബന്ധമായിട്ടും ഉണ്ടാകും. അതിൻ്റെ രജിസ്ട്രേഷൻസും അതിൻ്റെ മാനേജ്മെൻറ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ നമുക്ക് വരുന്നത് റിപ്പോർട്ടിംഗ് റൂംസുകളുണ്ട്, കൺസൾട്ടൻറ്റ് റൂംസുകളുണ്ട്, സ്റ്റാഫ് റൂമുകളുണ്ടാകാം, സ്റ്റോർ റൂംസുകളുണ്ടാകും, റെക്കോർഡ് റൂംസുകളുണ്ടാകാം. അതേപോലെ തന്നെ അഡീഷണൽ ഫെസിലിറ്റീസുകൾ കൂടെ നമുക്ക് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആകാം നമുക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നിക്കുകൾക്ക് പൊതുവെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയാസിന് നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസുകളായിട്ട് ഏതൊരു
ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ആകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ക്ലിനിക്കൽ ഏരിയാസുകളുണ്ടാവും, പാരാമെഡിക്കൽ ഏരിയാസുകളുണ്ടാവും, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസും പിന്നെ സർക്കുലേറ്ററി ഏരിയാസുകളാണ്. ഇപ്പം ഇതിനെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസിലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഏരിയാസുകളിൽ റിപ്പോർട്ടിംഗ് റൂംസുകളും കൺസൾട്ടൻറ്റ് റൂംസുകളും വരുന്നു. പാരാമെഡിക്കൽ ഏരിയാസുകളിൽ സ്റ്റാഫ് റൂംസുകളും സ്റ്റോർ റൂംസുകളും വരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസുകളിൽ നമുക്ക് സ്റ്റോർ റൂംസുകളും റെക്കോർഡ് റൂംസുകളും പിന്നെ നമ്മുടെ കോഫി ബാർ, അങ്ങനെ സ്റ്റെയർ കേസ്, മൂവ്മെൻറ്റ് ഏരിയാസ്, വരാന്തകളൊക്കെ നമ്മുടെ സർക്കുലേറ്ററി ഏരിയാസുകളിലും ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കറിയാം റേഡിയേഷൻ പ്രൊട്ടക്ഷൻസുകൾ. ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ കാരണം നമുക്ക് ഡിഫറെൻറ്റ് ചേഞ്ചസുകൾ നമ്മളെ ബോഡീസുകളിൽ കാണിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാർണിംഗ് സയൻസുകൾ കാണാൻ പറ്റും. റേഡിയേഷൻ എക്സ്പോഷറുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസുകളാണ്. ഇതുകൊണ്ട് പ്രിക്കോഷൻസുകൾ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട് വരുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസുകൾ ഉണ്ടാകണം. അതിൽ വരുന്നതാണ് പേഴ്സണൽ ടെസ്റ്റുകൾ. അതിൽ ഓരോ ഇൻഡിവിജ്വൽസുകളും ഇതുമായിട്ട് ഡീല് ചെയ്യുന്ന ഇൻഡിവിജ്വൽസുകളാണെങ്കിൽ പ്രീ മെഡിക്കൽ ടെസ്റ്റുകളും ബ്ലഡ് എക്സാമിനേഷൻസുകളും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് ഇയർലി എങ്കിലും നമുക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്ക്രീനിങ് ടെസ്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളാണ്. പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സും ഡിഫറെൻറ്റ് ബോഡി സ്ട്രക്ചേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് എക്യുപ്മെൻസുകളുണ്ട്. അതിൽ നമുക്ക് വരുന്നതാണ് ഇവിടെ കാണുന്ന പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകൾ. ഐവേസുകൾ ഉണ്ടാവും, ലെഡ് ആപ്രൻസുകൾ ഉണ്ടാവും, ഹെഡ് ഷീൽഡ്സുകൾ ഉണ്ടാവും, ഗൊണാഡ് ഷീൽഡ്സുകൾ ഉണ്ടാവും, സ്കേർട്സ് ആൻഡ് വെസ്റ്റുകൾ ഉണ്ടാകും, തൈറോയ്ഡ് ഷീൽഡ്സുകൾ ഉണ്ടാകും. ഇനി നമ്മളുടെ റേഡിയേഷൻ ഫ്രീക്വൻസികൾ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് TLD ബാഡ്ജുകൾ, ഇനി നമ്മുടെ എക്സ്പോഷർ നടത്തുന്ന ഏരിയാസുകളും ഇതേപോലെ തന്നെ അതിന് ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സുകളും അതിനും ഗൈഡ് ലൈൻസുകളുണ്ട്. നമ്മൾ കോൺക്രീറ്റ് വാൾസുകളാകണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഡ് ഷീൽഡുകൾ, തിക്നെസ്സുകൾ, അതിൻ്റെ പൊസിഷനിങ്ങുകൾ, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻസുകൾ, അവരുടെ സേഫർ ഏരിയാസുകൾ, പേഷ്യൻറ്റിനെ എങ്ങനെ എവിടെ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസുകൾ നമ്മുടെ മെഡിക്കൽ ടീമുകൾ പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസുകൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പേഷ്യൻ്റ് രജിസ്ട്രേഷൻസുകൾ ഉണ്ടാകും. നമ്മുടെ HIS സിസ്റ്റത്തിലുള്ള രജിസ്ട്രേഷൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ ഷെഡ്യൂളിങ്സുകൾ നടത്തുന്നത്. അവിടുത്തെ സ്റ്റാഫ് ഷെഡ്യൂളിങ്സുകൾ, പ്രൊക്യൂർമെൻറ്റ്സുകൾ, അവിടെ നീഡ്സിൻ്റെ സ്റ്റാഫിൻ്റെ ഷെഡ്യൂൾസുകൾ കൊടുക്കുന്നതെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് ഹോസ്പിറ്റലിലെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും അതിൻ്റെ കൺസിഡറേഷൻസുകളും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസുകളും ക്ലാസിഫിക്കേഷൻസുകളാണ്. നിങ്ങൾക്ക് ഫർദർ ഡിസ്കഷൻസുകളും ഫർദർ ക്ലാരിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് സെഷൻസുകളിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.